കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നോക്കിയൊന്നും വരില്ല, അതുകൊണ്ടൊക്കെയാണ് വിൽക്കണം. വേറെ പ്രത്യേക കാരണം, നമ്മൾ 20 സെന്റ് സ്ഥലം സലിഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം, അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഓഹോ, അങ്ങനെയോ? താങ്കൾ തന്നെയാണല്ലേ ചെലവിന് കൊടുക്കുന്നത്. നല്ല. നമ്മള് സിലു ടോക്സിന്റെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിലു ടോക്സിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് വന്നിട്ട് പുള്ളിക്കാരന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഇപ്പൊ വളരെ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ചും സിലു ടോക്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക കേട്ടോ. ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ടിച്ചോളാകില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ റീക്യാപ്പ് പോലെ പറഞ്ഞുതരാം. സിലു ടോക്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലില് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് സന്തോഷപൂർവ്വമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറെ നാളുകൾ കൊണ്ട് ഭർത്താവിനെ വീഡിയോയിൽ കാണുന്നില്ല. ഇവര് വീട് മാറുന്നു, സാധനങ്ങൾ വിൽക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷെ ഭർത്താവിനെ വീഡിയോയിൽ കാണുന്നില്ല. അതിനെ തുടർന്ന് ഇവര് പലയിടത്തായിട്ട് ഹിന്റുകൾ ഇട്ട് തുടങ്ങി. ഹിന്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ പല തരത്തിലുള്ള ഹിന്റുകൾ ഇട്ട് തുടങ്ങി. ഭർത്താവിന്റെ സ്വർണ്ണമെല്ലാം, ഭർത്താവിന്റെ സ്വർണ്ണമല്ലോ, ഭാര്യയുടെ സ്വർണ്ണം എല്ലാം ഭർത്താക്കന്മാര് കൊണ്ടുപോയ ശേഷം അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നതിന് ശേഷം തിരിച്ചു തരില്ല, സ്ത്രീകളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും എന്നെ പോലെ. ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇട്ടുകൊടുത്ത് ആൾക്കാരിൽ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച് ആ വർദ്ധിപ്പിലൂടെ ആൾക്കാർ അതിനെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും എന്റെ വിഷയങ്ങൾ നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സാധനം ഇട്ടു. ഇതിനെ ചൊല്ലി ഇവരുടെ ഹസ്ബൻഡ് രംഗത്ത് വരികയും ഒരു ഊഞ്ഞാൽ വിൽപ്പന പരിപാടി നടത്തുകയും ചെയ്തു. നല്ലതാണ്. എന്നിട്ട് ഇപ്പോ രണ്ടാമത്തെ വീഡിയോ ഇട്ട് വന്നു. ഈ രണ്ടാമത്തെ വീഡിയോക്കകത്ത് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്കും ഒരു കുഞ്ഞിനും ഒരു ഊഞ്ഞാല് സൗജന്യമായി കൊടുത്ത് ചാരിറ്റി വർക്ക് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രണ്ടാമത്തെ വീഡിയോ ഒരു പകുതി ആകുമ്പോഴത്തേനും ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയ കാര്യങ്ങൾ നമുക്ക് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ, എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും. വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല, അതുകൊണ്ടൊക്കെയാണ് വിൽക്കണം. വേറെ പ്രത്യേക കാരണം, നമ്മൾ 20 സെന്റ് സ്ഥലം സലിഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം, അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ അതായത് പുള്ളിക്കാരൻ മക്കളെ നല്ലോണം പോറ്റി വളർത്തുന്ന ഒരു പിതാവാണെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ഞാനും എന്റെ ഭാര്യയും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ് ഈ വീട് വിൽക്കുക എന്നുള്ളത്. ഭാര്യ അപ്പുറത്തെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് എന്റെ ഭർത്താവ് പോലും ചെറ്റിയാണ്, തൊട്ടിയാണ്, നാറിയാണ്, അയാൾ എന്നെ നോക്കിയില്ല, സ്വർണം കൊണ്ട് മുടിപ്പിച്ച് ജോലിക്കും ഒന്നും പോത്തില്ല, ഞാൻ നരകവേദന അനുഭവിച്ചു എന്നൊക്കെ ഭാര്യ അപ്പുറത്ത് പറയും. ഭർത്താവ് ഇപ്പുറത്ത് വന്നിട്ട് ഞാനും അവളും കൂടെ ഒന്നിച്ച് തീരുമാനിച്ച തീരുമാനമാണ് ഇത്, ഞാനാണ് ഇപ്പൊ നമുക്ക് ചെലവിന് കൊടുക്കുന്നത്, ഞങ്ങൾ ഫുൾ സെറ്റ് ആണെന്ന് പറയുക. എടേ, ഇതിപ്പോ മറ്റേ അന്ന് വിക്കിത്തക്കിന്റെ ചാനലിൽ ഞാൻ കേട്ടായിരുന്നു, എന്തോ പറഞ്ഞപ്പോഴത്തേനും അവരിപ്പോ ഒരമ്മ പറ്റ മക്കളും കണ്ടോണ്ടിരിക്കുന്നവർ നായിന്റെ മക്കളും എന്നുള്ള പരിപാടിയാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സംസാരിക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു തരുതായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം, നമുക്ക് ബാക്കി കേൾക്കാം. ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വന്നാലേ എന്നെ വരുത്തിയതാണ്. അതാണ് പോയിന്റ്. യൂട്യൂബില് ഞാൻ വന്നതല്ല, എന്നെ വരുത്തിയതാണ്. ആര്? നമ്മളാരും വരുത്തിയതല്ല. പുള്ളിക്കാരൻ തന്നെ ഊഞ്ഞാൽ വിൽപ്പനയായിട്ട് വന്നതാണ്. അതിനുശേഷം ഇതുപോലത്തെ ഊഞ്ഞാൽ വിൽപ്പനകളൊക്കെ നമ്മൾ ഇനി നടത്തുമെന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരൻ തന്നെ വന്നതാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം സിലു ടോക്സ് ആ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് സംസാരിക്കുന്നുണ്ട്, വളരെ ഇൻഡയറക്റ്റ് ആയിട്ടും വളരെ ഡയറക്റ്റ് ആയിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, ഇവരുടെ ചാനൽ കാണുന്ന ആളുകൾക്കെല്ലാം ഇവരെ അറിയാം, കാരണം ഇവർ ഒന്നിച്ച് വീഡിയോസ് ഒക്കെ ചെയ്താണ്. അപ്പോ ഇയാൾ ഒരു മ്ലേച്ഛനാണ് എന്ന് ആൾക്കാർ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇപ്പൊ രംഗത്ത് വന്നത്. അപ്പൊ പുള്ളിക്ക് ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻസ് പറയണമെന്ന് ഉള്ളിൽ താല്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോകെ പോകെ പുള്ളിക്കാരൻ അത് അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്തും. അപ്പോ ഞാൻ വന്നതല്ല, എന്നെ വരുത്തിയതാണ്. സോ ഞാൻ പോകെ പോകെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്നാണ് പറയുന്നത്.
ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് സാമ്പത്തിക ആവശ്യങ്ങളില്ല, എനിക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് പൈസ ഉണ്ടാക്കാനല്ല എന്ന് പറയുന്നുണ്ട്. ചാനൽ മോണിറ്റൈസ് ആയി. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമന്റ് എന്റെ വാട്സാപ്പിൽ സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GPay നമ്പറൊക്കെ അദ്ദേഹങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല, അതാ അവസ്ഥ. പിന്നെ അവരുടെ വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒക്കെ പഠിച്ചു വരുമായിരിക്കും. അപ്പൊ എന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. അപ്പൊ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, പിന്നെ എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാഹ്. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങൾ ഉണ്ടായിരുന്നു, വീടിന്റെ സെൽഹ വിട്ടായിരുന്നു എനിക്കറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനം. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ഈ പറയുന്നത് സെൽഹ, അതായത് സെയ്ഹ, ഈ സിലു ടോക്സിൽ തലക്കോട്ടാണ് വെച്ചു കൊടുക്കുന്നത്. കടങ്ങളെല്ലാം അത് സിലു വീട്ടി, നമ്മൾ അറിയാലോ. വീട് സിലു അപ്പുറത്ത് വേറെ വീട് മേടിച്ചു. ഇത് ആദ്യം ഒറ്റ നോട്ടത്തിൽ സിലുവിന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സിലു ടോക്സിന്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് തോന്നുമെങ്കിലും ഇപ്പൊ കേൾക്കുമ്പോഴത്തേനും എന്തോ എവിടെ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു ഫോർച്യൂണർ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, അതുപോലൊരു സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നു. ഉണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻ കാര്യോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ ആയിട്ട് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവേഴ്സ് ആയി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ സെപ്പറേറ്റ് ആയെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഡിവോഴ്സ് ആണെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അപകീർത്തിപ്പെടുത്തുന്ന അപഖ്യാതികൾ പറഞ്ഞു പരത്തരുത്. ഈ സെപ്പറേറ്റ് ആയി എന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന്റെ അർത്ഥം ഞങ്ങൾ വേർപിരിഞ്ഞു എന്നത് തന്നെയല്ലേ. അത് ഡിവോഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് സിലു പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു, എന്നിട്ട് നമുക്ക് തിരിച്ചു തരാം. 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് ഭാവിയിൽ ഒന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ടത്രേ എന്നാണ് പറയുന്നത്. ഇനി ഈ സിലു ടോക്സിന്റെ ഭർത്താവായിട്ടുള്ള ഗഫൂർ പുള്ളിയെ ന്യായീകരിച്ചിട്ടാണ് ആദ്യ സമയത്തൊക്കെ വീഡിയോ വന്നുകൊണ്ടിരുന്നത്. പോകെ പോകെ പുള്ളിയുടെ സൈഡിൽ എന്തോ തെറ്റുണ്ടെന്നുള്ള കാര്യം ആൾക്കാരിലേക്ക് തോന്നിപ്പിച്ചതാരാ? ഈ സിലു ടോക്സ് വൺ ടൈം വ്യൂ ആയിട്ട് ഷെഫീന ചേച്ചിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു, ഷെഫീന ബീവിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. ഈ വീഡിയോയിൽ ഇദ്ദേഹം ദേഷ്യപ്പെട്ട് അവിടുത്തെ കസേരയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു സാധനമാണ് വന്നത്. ആ ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ടിടാം. ഇത് ഫുള്ള് ബ്ലറൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്, ഇത് ഫുള്ള് ബ്ലറൊക്കെ ആയിട്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ കസാരയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നൊക്കെയാണ്. അപ്പൊ മക്കളെല്ലാം അവിടെ ഉണ്ട്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് വന്നപ്പോഴാണ് പുള്ളിക്കാരന് എന്തോ പ്രശ്നമുണ്ട്, പുള്ളിക്കാരന്റെ സൈഡിൽ എന്തോ തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നിയത്. ഇത് സിലു ടോക്സ് ഈ ഒരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നു, ഇനി മറച്ചു വെക്കുന്നില്ല, സെപ്പറേറ്റഡ് 100% സിലു ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സാധനം ഇട്ടിരുന്നതും. ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ കോൺട്രവേഴ്സികളെല്ലാം ഇവിടെ ആരംഭിച്ചത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സിലു ടോക്സിന്റെയും ഈ ഗഫൂറിന്റെയും വീട്ടിൽ നടന്ന CCTV ദൃശ്യങ്ങൾ, അതായത് ഇദ്ദേഹം വീട്ടിൽ സാധനങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ ഷെഫീന ബീവിക്ക് ലഭിച്ചു? ഇവര് തന്നെ അതെടുത്തിട്ട് വൺ ടൈം വ്യൂ ആയിട്ട് ഷെഫീന ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നു. പുള്ളിക്കാരി അത് മറ്റൊരു ഫോണിൽ വീഡിയോ എടുത്തിട്ട് ജനങ്ങളെ കാണിക്കുന്നു. അപ്പോ ഇവര് തന്നെ ആദ്യം പറയുന്നുണ്ട്, റിയാക്ഷൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്റെ മക്കളെയും കൊലക്ക് കൊടുക്കരുത്, കൊല്ലാനിട്ട് കൊടുക്കരുത്, തിന്നാനിട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് സിലു ടോക്സ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ, നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സാധനമൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്? സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ ദിവസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, സീക്രട്ട് ഏജന്റിനോട് കുറെ കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതായത് അവൻ അഴുക്ക ചെറുക്കനാണ് അവൻ, ഇത് കാണിക്കുന്ന തരത്തിലുള്ള കുറെ സാധനങ്ങൾ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവർ അതിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോ ഷെഫീന ചേച്ചി ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചു, ഈ ഒരു വീഡിയോ പുറത്തിട്ടു, സീക്രട്ട് ഏജന്റ് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് കരുതുക. അപ്പോ ഇവര് നല്ല പിള്ളകളായി, മനസ്സിലായോ? അതായത് ഞാൻ വൺ ടൈം ആയിട്ട് എന്റെ പ്രൈവസി കാത്തു സൂക്ഷിച്ച് ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത സാധനം അവരാണ് എടുത്ത് പുറത്തിട്ടത്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇട്ട് കൊടുക്കുന്നത്? ഇവർക്ക് അത് വേണം, അത് ഇവരുമായിട്ട് സംസാരിക്കണം, ഇവരുടെ സൈഡിലാണ് ന്യായം എന്നുള്ളത് ആൾക്കാരെ തോന്നിപ്പിക്കണം, സംസാരിക്കണം. ഇത് രണ്ടുപേരും കണക്കാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, നിങ്ങളെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ രണ്ടുപേർക്കും സൈഡിൽ പ്രശ്നങ്ങളുണ്ട്.
ഇവരുടെ സൈഡിൽ ഈ സിലൂടോക്സിന്റെ സെൽഹയുടെ സൈഡിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുത്ത് വലിച്ചിടുകയും വല്ല റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അയച്ചു, അവർക്ക് റിയാക്ഷൻ ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷെ നമ്മളെ വീട്ടിൽ എന്താ കെട്ടിയെന്താ ചവിട്ട് പൊട്ടിച്ചൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെ അയച്ചു കൊടുക്കുകയും ഇവരുടെ സൈഡിലെ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുകയും ചെയ്ത് ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന മറ്റേ ടൈറ്റിലുകൾ എഴുതി കൊടുത്ത് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ അതിനകത്ത് കുത്തിക്കയറ്റി വെച്ച് സംസാരിച്ചിട്ട് ഞാൻ പണയും, നീയൊക്കെ ഇരുന്നോട്ട് കേട്ടാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് താളമൊന്നും വിടണ്ട എന്നുള്ള സാധനം അവരുടെ സൈഡിൽ നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്കാണ്. ഇനി ഭർത്താവിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ വൈഫ് പറഞ്ഞു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി, 20 വർഷത്തെ ജീവിതം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. ഇങ്ങനെ പറഞ്ഞു സെപ്പറേറ്റഡ് എന്നല്ലേ പറഞ്ഞേ, നമ്മള് ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞില്ല ഉള്ളേ, നമ്മള് ഡൈവേഴ്സ് ആയിട്ടില്ല, നമ്മൾ യോജിച്ചുള്ളതുണ്ട്. പക്ഷെ ഞാനിതെല്ലാം വിറ്റ് പിറക്കി പോവാണ്, ഇവിടുത്തെ ഊഞ്ഞാലെല്ലാം ഞാൻ പിറക്കി വിൽക്കുകയാണ്. ഈ ഊഞ്ഞാലൊക്കെ ആര് മേടിച്ചാ? അത് സിലു മേടിച്ചത്, ഞാൻ ഡിസ്കൗണ്ടഡ് പ്രൈസിന് കൊടുക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്? അപ്പൊ നിങ്ങൾ രണ്ടും പരസ്പരം ഇരുന്ന് സംസാരിച്ച് തീർക്കുക. സോഷ്യൽ മീഡിയയിൽ വന്ന് ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെളി ഒരു കാലത്തും നിങ്ങളുടെ മോന്തയ്ക്കൊന്നും പോകാൻ പോകുന്നില്ല, വളരെ മോശമായിട്ട് ബാധിക്കും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് മക്കളുണ്ട്, മക്കൾ വളർന്നു വരുമ്പോഴത്തേനും അയ്യോ എന്റെ അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയ കിടന്ന് സ്നേഹിച്ചതാണ് എന്ന രീതിയിൽ അവർക്ക് തോന്നും. ഇല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കുന്നത് ഏതായാലും ഈ സിലൂടോക്സ് ഒക്കെ ഇനിയും വളരുമല്ലോ, ചാനൽ ഇനിയും വളരും. ഈ മക്കള് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും, നിങ്ങൾ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴത്തേനും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാര്, പിള്ളേര് ഈ സാധനങ്ങൾ, അല്ലെങ്കിൽ പിള്ളേരുടെ അപ്പനും അമ്മയും ഈ സാധനങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പിള്ളേരോട് പറയും ആ പിള്ളേര് നല്ല രീതിയിലുള്ള ഈ ആൾക്കാരുടെ അടുത്തുനിന്നുള്ള പ്രഷർ അനുഭവിക്കുന്ന സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണൽ വിഷയം പേഴ്സണലായിട്ട് തീർക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പേഴ്സണൽ താല്പര്യമാണ്. ഞാൻ പേഴ്സണലായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇടണമെന്ന് ചോദിക്കാം, നീ ആരുടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇടും, നിങ്ങൾ പേഴ്സണലായിട്ട് തീർക്കും. പക്ഷെ സോഷ്യൽ മീഡിയ ഇട്ടതിന് ശേഷം കാണുന്ന ആൾക്കാർ അഭിപ്രായം ഒന്നും മൊഴിയാൻ പാടില്ല, മിണ്ടാതെ വായും പൊത്തി ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ അഭിപ്രായങ്ങളെ നമ്മുടെ വായി കയറി നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. അപ്പോ തിങ്ക് വൈസ്ലി, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക. ഇതൊക്കെയാണ് സിലൂടോക്സിന്റെ വിഷയങ്ങൾ. ഈ രണ്ടും കണക്കാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ്